സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബൂത്ത് അൽഗോരിതം. ബൂത്ത് അൽഗോരിതം എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, രണ്ട് സൈൻഡ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ബൂത്ത് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന സൈൻഡ് നമ്പേഴ്സിൻ്റെ സൈൻ ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ പോസിറ്റീവ് ആയിരിക്കും. സൈൻ ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കൻ പാർട്ട് നമ്മൾ VR ആയിട്ട് സെറ്റ് ചെയ്യും. അതുപോലെ മൾട്ടിപ്ലയർ പാർട്ട് QR ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അക്യുമുലേറ്റർ AC വാല്യൂ നമ്മൾ ഇനിഷ്യലി 0 ആക്കി വെക്കുക ചെയ്യുന്നത്. ദെൻ Qn+1 വാല്യൂ നമ്മൾ 0 ആക്കി വെച്ചു. ദെൻ ഇവിടെ SC കൊണ്ട് മീൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടറാണ്. അതിൽ നമ്മൾ എത്ര ഐട്രേഷൻ നടക്കണം എന്നുള്ളത് SC ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ അകത്തുള്ള പ്രോസസ് നടക്കുക, എത്ര ഐട്രേഷൻസ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ N എന്ന് ഉദ്ദേശിക്കുന്നത് എന്നു പറഞ്ഞാൽ, നമുക്ക് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് എത്ര ബിറ്റ് ഉണ്ടോ അതാണ് ഇവിടുത്തെ N-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ Qn-ഉം Qn+1 ആണ്. ഇത് ബേസ് ചെയ്താണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള Qn-ൻ്റെ വാല്യൂം Qn+1-ൻ്റെ വാല്യൂം സെയിം ആണ്. Qn-ൻ്റെ വാല്യൂ 0 ആണ്, Qn+1-ൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ Qn-ൻ്റെ വാല്യൂ 1ഉം Qn+1-ൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിലും നമുക്ക് നേരെ ഈ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അക്യുമുലേറ്റർ ഇപ്പോൾ നിലവിൽ എന്താണോ ഇരിക്കുന്നത്, AC-ക്കകത്ത് എന്താ ഇരിക്കുന്നത്, അത് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് റൈറ്റ് ചെയ്യും. ദെൻ നമ്മുടെ കൗണ്ടറിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം കുറയ്ക്കും. ഓക്കെ, ദെൻ ഇത് നേരെ തിരിച്ച് കൗണ്ടറിൻ്റെ അവിടെ പോയി AC-ക്കകത്ത് പോയി ചെക്ക് ചെയ്യും. AC-യുടെ വാല്യൂ 0 ആയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രോസസ്സ് എൻഡ് ചെയ്യും. ഇനി AC-യുടെ വാല്യൂ 0 അല്ല എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇപ്പോൾ Qn-ൻ്റെ വാല്യൂ 1ഉം Qn+1-ൻ്റെ വാല്യൂ 0 ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ സ്റ്റെപ്പിലായിരിക്കും ആദ്യം പോവുക. ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവിലെ AC-യുടെ വാല്യൂ എന്താണോ അതിൻ്റെ അകത്തോട്ട് നിലവിലെ AC-യുടെ വാല്യൂൻ്റെ കൂടെ BR-ൻ്റെ 2's കോംപ്ലിമെൻറ്റ് വാല്യൂ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആ വാല്യൂ എടുത്താണ് AC-ക്കകത്തോട്ട് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം വീണ്ടും താഴോട്ട് പോയി ഈ സ്റ്റെപ്പിലോട്ട് വന്നിട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് റൈറ്റ് ചെയ്യും, കൗണ്ടറിൻ്റെ വാല്യൂ കുറയ്ക്കും. ദെൻ തിരിച്ച് താഴോട്ട് പോകും, കൗണ്ടർ 0 ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. 0 ആയിട്ടുണ്ടെങ്കിൽ എൻഡ് ചെയ്യും, 0 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ഈ സ്റ്റെപ്പിലോട്ട് തിരിച്ചു വരും. ഓക്കെ, ദെൻ ഇൻ കേസ് ഇപ്പോൾ Qn-ൻ്റെ വാല്യൂ 0ഉം Qn+1-ൻ്റെ വാല്യൂ 1ഉം ആയിരുന്നുണ്ടെങ്കിൽ തിരിച്ച് ആദ്യം ഈ സ്റ്റെപ്പിലായിരിക്കും വരുന്നത്. ഇവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിലവിലെ AC-യുടെ വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ BR-ൻ്റെ വാല്യൂ ആഡ് ചെയ്യും. എന്നിട്ട് ആ വാല്യൂ AC-ക്കകത്തോട്ട് പ്ലേസ് ചെയ്യും. ദെൻ അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് റൈറ്റ് ചെയ്യും, AC-യുടെ വാല്യൂ ഷിഫ്റ്റ് റൈറ്റ് ചെയ്തിട്ട് ദെൻ കൗണ്ടറിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം കുറയ്ക്കും. ദെൻ ഇപ്പം താഴെ പോയി കൗണ്ടറിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. കൗണ്ടറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എൻഡ് ചെയ്യും. കൗണ്ടറിൻ്റെ വാല്യൂ 0 അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇതെപ്പോൾ വരെ ചെയ്യുമെന്ന് പറഞ്ഞാൽ, കൗണ്ടറിൻ്റെ വാല്യൂ എപ്പോഴാണോ 0 ആവുന്നത്, N=0 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണോ ആവുന്നത് ആ സമയത്ത് ഈ പ്രോസസ്സ് എൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്കിനി രണ്ട് നമ്പേഴ്സ് ബൂത്ത് അൽഗോരിതം വെച്ച് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ -9ഉം -13ഉം ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 9ൻ്റെ ബൈനറി ഫോം എടുക്കുക. അതാണ് ഈ തന്നിരിക്കുന്ന 1001. എന്നിട്ട് ഇതിനെ നമ്മൾ സൈൻഡ് നമ്പർ ആക്കുമ്പോൾ +9 ആക്കുമ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിൽ നമ്മളൊരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. 01001 എന്നാവും. ഇനി ഈ നമ്പറിൻ്റെ നെഗറ്റീവ് ഫോം, നമുക്ക് -9 ആണ് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളത്. നെഗറ്റീവ് ഫോം എടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മളെടുത്ത +9ൻ്റെ ഒരു 1's കോംപ്ലിമെൻറ്റ് എടുക്കുക. ഒരു കോംപ്ലിമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഈ 0 എന്നുള്ള ടേംസ് എല്ലാം 1 ആവും, 1 എന്നുള്ള ടേംസ് എല്ലാം 0 ആവും. ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. കാരണം നമുക്ക് -9 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ +9ൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് -9 എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ് 10111. ഇതാണ് -9ൻ്റെ വാല്യൂ. ദെൻ അടുത്ത് 13ൻ്റെ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഈ -9ൻ്റെ വാല്യൂ ആണ് നമ്മളിവിടുത്തെ മൾട്ടിപ്ലിക്കൻ പാർട്ടായിട്ട് എടുക്കുന്നത്, BR ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 13 ആണ്. 13 എന്ന് പറയുന്നത് അതിൻ്റെ ബൈനറി ഫോം എന്ന് പറയുമ്പോൾ 1101 ആണ്. ഓക്കെ, അതിനെ +13 എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ 01101 എന്നുള്ള ഫോമിലെടുത്തു. ഇനി നമുക്ക് വേണ്ട ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് -13 ആയിരുന്നു. സോ മൈനസ് ആക്കാൻ വേണ്ടി ഫസ്റ്റ് ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് എടുക്കുക. സോ 10010 എന്നാവും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. സോ 10011 എന്നാവും.
ഇപ്പോൾ ഇതിൻ്റെ 13ൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്തപ്പോൾ നമുക്ക് -13ൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്യൂ ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ നമുക്ക് ഈ എടുത്ത രണ്ട് നമ്പേഴ്സിൻ്റെയും ബൈനറി ഫോമിലോട്ട് ആക്കിയപ്പോൾ നമുക്ക് മൊത്തം 5 ബിറ്റാണ് കിട്ടിയിട്ടുള്ളത്. 1 2 3 4 5 5 ബിറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ n എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് 5 ബിറ്റായിരിക്കും. അതിൻ്റെ ബൈനറി ഫോം എന്ന് പറയുന്നത് 101 ആണ്. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് കിട്ടിയ ബി ആറിൻ്റെ വാല്യൂ എടുക്കാം. ബി ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10111 ആണ്. ബി ആറിൻ്റെ വാല്യൂ 10111 ആണ്. നമ്മൾ ആദ്യമേ തന്നെ കാരണം നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് ബി ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ചെയ്യാനുണ്ട്, സബ്സ്ട്രാക്ഷൻ വരുന്ന ഏരിയാസിൽ ചെയ്യാനുണ്ട്. സോ ആദ്യമേ അതിൻ്റെ വാല്യൂ കണ്ടെത്തി വയ്ക്കുക. സോ ബി ആർ കോംപ്ലിമെൻ്റ് ആദ്യം കണ്ടെത്തുക. ബി ആർ കോംപ്ലിമെൻ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 01000 എന്നായിരിക്കും. അതിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടി +1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 01001 എന്നുള്ള ഈ ഒരു വാല്യൂലോട്ട് കിട്ടും. ഓക്കെ അല്ലേ? ദെൻ അതാണ് ബി ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് 1 എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇനിഷ്യലി നമ്മൾ ആദ്യമേ കണ്ടെത്തി വയ്ക്കുക. ഈ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആദ്യമേ ഇത്രയും കണ്ടെത്തി വയ്ക്കുക. ദെൻ നമ്മൾ ടേബിളിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ടേബിളിനകത്ത് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ QN എന്ന് പറഞ്ഞിട്ടൊരു കോളം വേണം, QN+1 എന്ന് പറഞ്ഞിട്ടൊരു കോളം വേണം. അതുപോലെ തന്നെ ബി ആറിൻ്റെ വാല്യൂ ആദ്യമേ നമ്മൾ എഴുതി വയ്ക്കുക. ബി ആറിൻ്റെ വാല്യൂയും ബി ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് 1ൻ്റെ വാല്യൂ എഴുതി വയ്ക്കുക. കാരണം അതാണ് ആഡീഷൻ ഓപ്പറേഷൻ വരുമ്പോഴും സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ വരുമ്പോഴും AC കൂടെ ആഡ് ചെയ്യാനുള്ളത്. സോ അതാദ്യമേ മുകളിൽ തന്നെ ആ ടേബിളിനകത്ത് തന്നെ എഴുതി വയ്ക്കുക. ദെൻ AC എന്ന് പറഞ്ഞിട്ടൊരു കോളം വേണം, അതുപോലെ Q എന്ന് പറഞ്ഞൊരു കോളം വേണം, QN+1 എന്ന് പറഞ്ഞൊരു കോളം വേണം, SC എന്ന് പറഞ്ഞൊരു കോളം വേണം. ഇനി നമ്മൾ നേരത്തെ അൽഗോരിതം നോക്കിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇനിഷ്യലി ACയുടെ വാല്യൂ 0 ആക്കി വയ്ക്കണം, QN+1ൻ്റെ വാല്യൂ 0 ആക്കി വയ്ക്കണം, SCയുടെ വാല്യൂ n ആക്കി വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിൽ ACയുടെ വാല്യൂ 0 ആക്കി വെച്ചു. ഈ Q എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ Q ആയിട്ട് സെറ്റ് ചെയ്ത ഈ -13ൻ്റെ വാല്യൂ ആണ് ഇവിടെ Q ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. QN+1ൻ്റെ വാല്യൂ നമ്മൾ ആദ്യമേ അൽഗോരിതത്തിൻ്റെ അകത്ത് പറഞ്ഞ പോലെ 0 ആക്കി വെച്ചു. SCയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ള n കണ്ടെത്തി n-ൻ്റെ അകത്ത് 5 ആണ് വാല്യൂ, അതിൻ്റെ ബൈനറി ഫോമായ 101 ആക്കി എടുത്തു വെച്ചു. ഓക്കെ, ദെൻ ഞാൻ ഈ ലാസ്റ്റ് Qൻ്റെയും QN+1ൻ്റെയും ഇവിടെ ചുവപ്പ് മാർക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ലാസ്റ്റ് ഈ രണ്ട് Qൻ്റെ ലാസ്റ്റ് ബിറ്റും QN+1നെയും ബേസ് ചെയ്താണ് നമ്മൾ അൽഗോരിതം വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ എടുത്തു. ഇനിഷ്യലി നമുക്ക് കിട്ടിയ Qൻ്റെ ലാസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1ഉം QN+1 എന്ന് പറഞ്ഞത് 0 ആണ്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ Qൻ്റെ ഫസ്റ്റ് ബിറ്റ് ഇതെന്ന് പറയുന്ന 1ഉം QN+1ൻ്റെ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ നമ്മൾ അൽഗോരിതത്തിൻ്റെ അകത്ത് നോക്കുക, Qൻ്റെ വാല്യൂ 1ഉം QN+1ൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ നടക്കുന്നത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ACക്കകത്തോട്ട് നിലവിലെ ACയുടെ കൂടെ BR കോംപ്ലിമെൻറ്റ് +1ൻ്റെ വാല്യൂ ആഡ് ചെയ്യുക ചെയ്യുന്നത്. സോ നമുക്കിവിടെ എന്താ ചെയ്യുന്നത്, നിലവിൽ ഇവിടെ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ നടക്കുന്ന Qൻ്റെ വാല്യൂ 1ഉം QN+1ൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ ACക്കകത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ACക്കകത്ത് ACയുടെ കൂടെ BR കോംപ്ലിമെൻറ്റ് +1ൻ്റെ വാല്യൂ ആഡ് ചെയ്യും. സോ നിലവിലെ ACയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 000 ആയിരുന്നു. BR കോംപ്ലിമെൻറ്റ് +1ൻ്റെ വാല്യൂ നമ്മളിത് തൊട്ട് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് ചെയ്യാനാണ് ആദ്യമേ ഇതെടുത്ത് എഴുതണമെന്ന് പറഞ്ഞു. സോ ഈ വാല്യൂ എടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഇതിൻ്റെ അകത്ത് ഇപ്പം ചെയ്ത ഓപ്പറേഷൻ്റെ അകത്ത് നമുക്ക് വേറെ ഒന്നും അൽഗോരിതത്തിൻ്റെ അകത്ത് പറഞ്ഞില്ല. സോ Qൻ്റെ വാല്യൂ അതുപോലെ തന്നെ എഴുതി, QN+1ൻ്റെ വാല്യൂ അതുപോലെ എഴുതി. നമ്മുടെ കൗണ്ടറിനും ചേഞ്ച് വന്നിട്ടില്ല. ദെൻ എന്താ ചെയ്യുക, നമ്മൾ പറഞ്ഞു ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും മുകളിലോട്ടേ പോകത്തില്ല, അതിനും പകരം എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പിലോട്ടാണ് തിരിച്ചു വരുന്നത്. ഓക്കെ അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിൻ്റെ അകത്ത് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം, കൗണ്ടറിൻ്റെ വാല്യൂ കുറയ്ക്കണം. സോ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു. ദെൻ ആദ്യം ഇനി എന്താ ചെയ്യേണ്ടത്, ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുക. ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ACയുടെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലിരിക്കുന്ന ACയുടെ ഫസ്റ്റ് ബിറ്റ് എന്തായിരുന്നു, 0 ആണ്. അതൊരു പോസിറ്റീവ് ഇൻഡിജർ ആണെന്ന് മീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 0 വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഇൻഡിജർ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, 0 തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക. കാരണം ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ബിറ്റ് വാക്കൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ സ്ഥലത്ത് നമ്മളെ ACയുടെ നേരത്തെയുള്ള എന്തായിരുന്നോ വാല്യൂ പോസിറ്റീവ് ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ 0 പ്ലേസ് ചെയ്തു. ദെൻ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് റൈറ്റ് ചെയ്തു. ഈ 0 ഇങ്ങോട്ട് മാറി, ഇവിടുത്തെ 1 ഇങ്ങോട്ട് മാറി,
ഈ 0 ഇങ്ങോട്ട് മാറി, ഈ 0 ഇങ്ങോട്ട് മാറി. ദെൻ ഇവിടുത്തെ 1 ആണ് അപ്പുറത്ത് ക്യൂവിൻ്റെ അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയത്. ദെൻ ക്യൂവിൻ്റെ അകത്തുള്ള ബാക്കി ബിറ്റ്സ് എഴുതുക. 1, അതുപോലെ തന്നെ 0 0. ദെൻ ലാസ്റ്റ് ബിറ്റ്, കാരണം നമ്മൾ ഇനി ഈ ഒരു ബിറ്റ് വെച്ചിട്ടാണ് അടുത്ത ഇതിലോട്ട് പോകുന്നത്, അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് റെഡ് കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതുവരെ ഇവിടെ എടുത്തു. ദെൻ ഇവിടുത്തെ ക്യൂവിൻ്റെ ലാസ്റ്റ് ബിറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ഷിഫ്റ്റ് റൈറ്റ് ചെയ്തപ്പോൾ Qn+1 മാറി. ദെൻ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ SCയുടെ വാല്യൂ നമ്മളിവിടെ പറയുന്നുണ്ടായിരുന്നു കൗണ്ടർ വാല്യൂ ഒരു പ്രാവശ്യം കുറയ്ക്കണമെന്ന്. സോ 5 ആയിരുന്നു നമ്മുടെ Nൻ്റെ വാല്യൂ, അത് 4 ആയി. അതിൻ്റെ ബൈനറി ഫോമാണ് 100 എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു പ്രാവശ്യം കുറച്ചു. ഇനി അടുത്ത് എന്താ ചെയ്യുക, നമ്മളെ നിലവിലെ ക്യൂവിൻ്റെ വാല്യൂ Qn+1 വാല്യൂ നോക്കുക. ക്യൂവിൻ്റെ വാല്യൂ 1ഉം Qn+1 വാല്യൂ 1 ആണ്. സോ നമ്മൾ പറഞ്ഞായിരുന്നു ക്യൂവിൻ്റെ വാല്യൂ Qn+1 വാല്യൂം സെയിം ആവുന്ന കണ്ടീഷൻസിൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുന്നുണ്ട്, കൗണ്ടറിൻ്റെ വാല്യൂ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അഡീഷണൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഇല്ല, ഷിഫ്റ്റ് റൈറ്റ് ചെയ്തു. നമ്മൾ നിലവിലുള്ള എന്താണോ ഇരിക്കുന്നത് അതിൽ ഫസ്റ്റ് ബിറ്റ് എന്തായാലും ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ മാറും. അവിടെ എന്താണോ സൈൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത് അത് തന്നെ കീപ്പ് ചെയ്തു 0. ദെൻ ഇവിടുത്തെ 2 0 ഇവിടെ പ്ലേസ് ചെയ്തു. തിരിച്ച് ലാസ്റ്റ് 0 0 കഴിഞ്ഞതിന് ശേഷം 1 0 ഇവിടെ വന്നു. ദെൻ ഇവിടുത്തെ ലാസ്റ്റ് 0 എന്ത് ചെയ്തു, ക്യൂവിൻ്റെ അകത്തോട്ട് പോയി. ദെൻ ക്യൂവിൻ്റെ ബാക്കി ബിറ്റ്സ് കണ്ടിന്യൂ ചെയ്തു. 1 1 0. ലാസ്റ്റ് ബിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഐട്രേഷൻ അല്ലെങ്കിൽ അടുത്ത ഓപ്പറേഷന് വേണ്ടിയിട്ട്, അടുത്ത സ്റ്റെപ്പ് വർക്കാവാൻ വേണ്ടിയിട്ട് ഈ ബിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ദെൻ ഇതുവരെ ഈ ബിറ്റാണ് ഇവിടെ 0 ആയിട്ട് വന്നത്. എന്നിട്ട് ക്യൂവിൻ്റെ ലാസ്റ്റ് ബിറ്റായി 1 എന്ത് ചെയ്തു, അടുത്തയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു പോയി. ഇവിടെ 1 ആയിട്ട് കിട്ടി. ദെൻ എന്ത് ചെയ്തു, നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് കൗണ്ടറിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം കുറയ്ക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കൗണ്ടറിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം കുറച്ചു. 4 ആയിരുന്നു നമ്മുടെ Nൻ്റെ വാല്യൂ, അത് 3 ആയി. സോ അതിൻ്റെ ബൈനറി ഫോം എന്ന് പറഞ്ഞാൽ 0 1 1 ആണ്. ദെൻ അടുത്ത് എന്ത് ചെയ്തു, നമ്മുടെ നിലവിലിരിക്കുന്ന ക്യൂവിൻ്റെ വാല്യൂ 0യും Qn+1 വാല്യൂ 1 ആണ്. സോ ക്യൂവിൻ്റെ വാല്യൂ 0 ആയിട്ട് എടുത്തു, Qn+1 വാല്യൂ 1 ആയിട്ട് എടുത്തു. ഇനി ക്യൂവിൻ്റെ വാല്യൂ 0യും Qn+1 വാല്യൂ 1 ആവുന്ന കണ്ടീഷനിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ AC-ക്കകത്തോട്ട് AC-യുടെ കൂടെ BRൻ്റെ വാല്യൂ ആഡ് ചെയ്ത് ആ പുതിയ വാല്യൂ ആണ് AC-ക്കകത്ത് പ്ലേസ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് അഡീഷൻ ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അഡീഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ AC-ക്കകത്ത് നിലവിൽ എന്താണോ വാല്യൂ ഇരുന്നത് അതിൻ്റെ കൂടെ BRൻ്റെ വാല്യൂ ആഡ് ചെയ്തു. അപ്പം AC-ക്കകത്ത് നമ്മളിൽ ഉണ്ടായിരുന്ന വാല്യൂ 0 0 0 1 0 കിട്ടി. അതിൻ്റെ കൂടെ BRൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയ BRൻ്റെ വാല്യൂ 1 0 1 1 1. ഇതാണ് BRൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ 9ൻ്റെ വാല്യൂ കണ്ടെത്തിയതാണ് BRൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ആ വാല്യൂ എന്ത് ചെയ്തു, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു പുതിയ വാല്യൂ ഇവിടെ കിട്ടി. ഓക്കെ അല്ലേ. ദെൻ ക്യൂവിൻ്റെ ഇതിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, Qn+1 ചേഞ്ച് വന്നിട്ടില്ല, നമ്മുടെ കൗണ്ടറിലും ചേഞ്ച് വന്നിട്ടില്ല. അതൊക്കെ അതേപോലെ തന്നെ എടുത്തെഴുതി. ദെൻ എന്താ ചെയ്യാൻ പറഞ്ഞേ, അഡീഷൻ ഓപ്പറേഷൻ കഴിഞ്ഞാലും സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ കഴിഞ്ഞാലും ഒരു പ്രാവശ്യം ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. സോ നമ്മൾ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് കാര്യം, നമുക്ക് ഇതാ ഇപ്പോൾ അഡീഷൻ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ AC-യുടെ വാല്യൂവിൻ്റെ ഇൻഡിജർ ബിറ്റ് അല്ലെങ്കിൽ നമ്മുടെ സൈൻഡ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ടുണ്ട്. ഓക്കെ, സോ ആ 1 തന്നെ ആയിരിക്കണം ഇവിടെ കീപ്പ് ചെയ്യേണ്ടത്. സൈൻഡ് ബിറ്റിന് ചേഞ്ച് ഒന്നുമില്ല. ദെൻ എന്ത് ചെയ്തു, ഷിഫ്റ്റ് റൈറ്റ് ചെയ്തു. ഈ 1 ഇവിടെ വന്നു, ചുവപ്പിനടുത്തുള്ള 1 ആയിട്ട് വന്നു. ഈ 1 തൊട്ടടുത്ത് വന്നു. 0 ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ 0 ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ ലാസ്റ്റ് 1 ക്യൂവിൻ്റെ അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഇവിടുത്തെ 0 ഷിഫ്റ്റ് ചെയ്തു, 1 ഷിഫ്റ്റ് ചെയ്തു, വീണ്ടും 1 ഷിഫ്റ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഈ 0 ആണ് ഇവിടെ എടുത്തേക്കുന്ന ലാസ്റ്റ് 0. അത് നമ്മൾ ഇനി അടുത്ത ഇതിന് ക്യൂവിൻ്റെ ഇത് ആവശ്യമുള്ളതുകൊണ്ട് അത് നമ്മൾ റെഡ് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ലാസ്റ്റ് 0 എന്ത് ചെയ്തു, Qn+1 അടുത്ത വാല്യൂ ആയിട്ട് മാറി. ദെൻ എന്ത് ചെയ്തു, നമുക്കിതിൻ്റെ അകത്ത് കൗണ്ടറിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൗണ്ടറിൻ്റെ വാല്യൂ 0 1 0 ആയിട്ട് കുറച്ചു. നിലവിൽ നമ്മുടെ ക്യൂവിൻ്റെ വാല്യൂ 0 ഉണ്ട്, Qn+1 വാല്യൂ 0 ഉണ്ട്. സോ അടുത്ത ഇറ്ററേഷൻ എടുത്തു. ക്യൂവിൻ്റെ വാല്യൂ 0 ആണ്, Qn+1 വാല്യൂ 0 ആണ്. സോ നമുക്ക് അവിടെ അഡീഷനും സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഇല്ല. കാരണം ക്യൂവിൻ്റെ വാല്യൂ Qn+1 വാല്യൂ സെയിം ആവുന്ന കണ്ടീഷനിൽ നമുക്ക് ഷിഫ്റ്റ് റൈറ്റ് മാത്രം ചെയ്താൽ മതി. സോ ആ ഫസ്റ്റ് ബിറ്റ് സൈൻഡ് ബിറ്റ് 1 ആയിരുന്നുകൊണ്ട് ആ 1 തന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എടുത്തു. ദെൻ ബാക്കിയുള്ളത് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് റൈറ്റ് ചെയ്തു. ദെൻ ഷിഫ്റ്റ് റൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടി. എന്നിട്ട് ഷിഫ്റ്റ് റൈറ്റ് കഴിഞ്ഞിട്ട് കൗണ്ടറിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം കുറച്ചു. ദെൻ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തിരിച്ച് ലാസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി ക്യൂവിൻ്റെ വാല്യൂ 1ഉം Qn+1 വാല്യൂ 0 ആണ്. സോ
ആ വാല്യൂ എടുത്തു. ദെൻ ക്യൂവിൻ്റെ വാല്യൂ 1ഉം QN പ്ലസ് 1ൻ്റെ വാല്യൂ 0 ആവുന്ന കണ്ടീഷനിൽ 10 വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത്. AC കൂടെ BR പ്ലസ് 1 ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, BR കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് റൈറ്റും കൗണ്ടറിൻ്റെ വാല്യൂ കുറയ്ക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യം സബ്ട്രാക്ട് ചെയ്തു. നിലവിലെ AC വാല്യൂ എന്താണ്? 1 1 1, 4 പ്രാവശ്യം 1ഉം ഒരു 0 ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ BR കോംപ്ലിമെൻറ്റ് പ്ലസ് 1ൻ്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട് 0 1 1 0 1. സോ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു, നമുക്കൊരു പുതിയ വാല്യൂ കിട്ടി. ദെൻ ആ സമയത്ത് ക്യൂവിൻ്റെ വാല്യൂവിനും ചേഞ്ച് ഇല്ല, QN പ്ലസ് 1ൻ്റെ വാല്യൂനും ചേഞ്ച് ഇല്ല, SC വാല്യൂവിനും ചേഞ്ച് ഇല്ല. ദെൻ എന്താ ചെയ്തേ, ഇത്രയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ചെയ്തു. ഷിഫ്റ്റ് റൈറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ കിട്ടിയ ഫസ്റ്റ് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ 5 ബിറ്റിൽ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ 0 ആയിട്ട് തന്നെ എടുക്കുക. ദെൻ അതിനുശേഷം 2 zeros ഷിഫ്റ്റ് ചെയ്തു, 2 ones ഷിഫ്റ്റ് ചെയ്തു. ഈ 1 ലാസ്റ്റ് 1 ഇവിടുത്തെ ക്യൂവിൻ്റെ ആദ്യത്തെ 1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ 0 1 0 1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ക്യൂവിൻ്റെ ലാസ്റ്റ് ഈ 1 നമ്മൾ ഇപ്പുറത്തേലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഇപ്പോൾ എന്ത് പറ്റി, കൗണ്ടറിൻ്റെ വാല്യൂ 0 ആയി. സോ നമ്മൾ അൽഗോരിതം വെച്ച് പറഞ്ഞായിരുന്നു SC വാല്യൂ എപ്പോഴാണോ 0 ആവുന്നത് അവിടെ വച്ച് നമ്മുടെ ഈ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നുണ്ട്. 0 ആവാത്ത കണ്ടീഷനിൽ മാത്രമേ ഇത് ലൂപ്പ് പോലെ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, സോ നമ്മുടെ പ്രോസസ്സ് ഇവിടെ എൻഡ് ആയതുകൊണ്ട് നമ്മൾ ഇനി ഡയറക്റ്റ് റിസൾട്ട് എടുക്കുക. അതിൻ്റെ ഇനി നമുക്ക് തന്നിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് എടുക്കുക ചെയ്യുന്നത്. എയും ക്യൂവും ബേസ് ചെയ്താണ് റിസൾട്ട് എടുക്കുന്നത്. സോ ഫസ്റ്റ് എയിൽ കിടക്കുന്ന വാല്യൂസ് അതുപോലെ എഴുതുക, 0 0 0 1 1, അതുപോലെ 1 0 1 0 1 അതുപോലെ എടുത്ത് എഴുതുക. ദെൻ എഴുതിയിട്ട് ഇനി ഇപ്പം നമ്മൾ ഈ ബൈനറീനെ തിരിച്ച് ഡെസിമൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ആദ്യം കിടക്കുന്ന വാല്യൂ അതിൻ്റെ ഇപ്പം നമ്മുടെ 0th പൊസിഷനിൽ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ബൈനറിയെ ഡെസിമൽ ആക്കാൻ വേണ്ടി 2⁻0 എന്ന് എടുക്കുക. ദെൻ പിന്നെ അടുത്ത് നമുക്ക് 1 വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയാണ്, രണ്ടാമത്തെ പൊസിഷനിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് 2⁻2 എന്ന് എടുക്കുക. ദെൻ അടുത്ത 4ാമത്തെ പൊസിഷനിലാണ് 1 കിടന്നത്, അത് 2⁻4 എന്ന് എടുക്കുക. 5ാമത്തെ പൊസിഷനിലാണ് അടുത്ത 1 വരുന്നത്, അത് 2⁻5 എന്ന് എടുക്കുക. ഇനി 6ാമത്തെ പൊസിഷനിൽ 1 വരുന്നുണ്ട്, 2⁻6 എന്ന് എടുക്കുക. സോ നമ്മളിപ്പോൾ ബൈനറിയെ ഹെക്സാഡെസിമൽ ഫോമിലോട്ട് മാറ്റുവാണ്. സോ അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂസ് എടുക്കുമ്പോൾ 2⁻6 എന്ന് പറഞ്ഞാൽ 64ഉം, 2⁻5 എന്ന് പറഞ്ഞാൽ 32ഉം, 2⁻4 എന്ന് പറഞ്ഞാൽ 16ഉം, 2⁻2 എന്ന് പറഞ്ഞാൽ 4ഉം, 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്കിവിടെ എത്ര കിട്ടി, 117 എന്നുള്ള വാല്യൂ കിട്ടി. രണ്ടും നെഗറ്റീവ് ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. ദെൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി അറിയാം, 13 × 9 ചെയ്യുമ്പോൾ 117 തന്നെയാണ് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? ദെൻ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഒരെണ്ണം പോസിറ്റീവ് ഇൻറ്റീജറും മറ്റത് നെഗറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് വാല്യൂസിൽ ആദ്യം പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ എടുക്കുക, അതിന് 2's കോംപ്ലിമെൻറ്റ് കണ്ടെത്തണ്ട. ദെൻ -6 ഇതിൻ്റെ മാത്രം 2's കോംപ്ലിമെൻറ്റ് കണ്ടെത്തി അതിൻ്റെ വാല്യൂസ് വെച്ച് നമ്മളിപ്പോൾ ചെയ്ത പോലെ പ്രോസസ്സ് ചെയ്യുക, സ്റ്റെപ്പൊക്കെ അതുപോലെ ചെയ്യുക. ദെൻ അവസാനം വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്താണോ വാല്യൂ നിലവിൽ കിട്ടിയത്, ലാസ്റ്റ് കിട്ടിയ വാല്യൂ എന്താണോ, കൗണ്ടറിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എന്താണോ വാല്യൂ കിട്ടിയത് അതിനെ എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടെത്തണം. സോ ഫസ്റ്റ് ഇപ്പോൾ ഇതാണ് റിസൾട്ടൻറ്റ് വാല്യൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ 1 വന്നിടത്തൊക്കെ 0 ആക്കുക. ദെൻ 0 1 അടുത്ത് 1 ആക്കുക. എന്നിട്ട് അങ്ങനെ മാറ്റി ഈ നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഹെക്സാഡെസിമൽ ഫോമാണ് കണ്ടെത്തേണ്ടത്. സോ ഇതിൻ്റെ ഹെക്സാഡെസിമൽ ഫോം കണ്ടെത്തുന്ന സമയത്ത് ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ടൻ്റ് ഇതിലെടുത്ത സമയത്ത് നമുക്ക് 2⁻1 വരുന്നിടത്താണ് ഫസ്റ്റ് 1 വരുന്നത്, അതെടുത്തു. അടുത്ത് 2⁻2 വരുന്നിടത്ത് 1 വരുന്നുണ്ട്, 2⁻3 വരുന്നിടത്ത് 1 വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2⁻6 വരുന്നിടത്താണ് 1 വരുന്നത്. സോ ആ വാല്യൂ എടുത്തു. 2⁻6 എന്ന് പറഞ്ഞാൽ 64ഉം, 2⁻3 എന്ന് പറഞ്ഞാൽ 8ഉം, 2⁻2 എന്ന് പറഞ്ഞാൽ 4ഉം, 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഇവിടെ നമ്മൾ 78 എടുത്തു. സോ പക്ഷേ ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു നമ്പർ നെഗറ്റീവ് ആയിരുന്നു. സോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇൻറ്റീജർ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ നെഗറ്റീവായിട്ട് തന്നെ എടുക്കുക. -78 ആയിരിക്കും കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 13 × 7 എന്ന് പറഞ്ഞാൽ 78 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു.